മഴക്കാലത്തിന്റെ തണുപ്പിൽ ഒരു പണിയും ചെയ്യാതെ ഇരുന്നാലും വിശപ്പ് കൂടുതലായി അനുഭവപ്പെടാറുണ്ടോ? ഈ വിഷയം ചിന്തിക്കുമ്പോൾ പലർക്കും ഈ അനുഭവം സുപരിചിതമാണ്. മഴയുടെ തണുപ്പിൽ ഒരു ചൂടുള്ള ചായയോ ചൂടുള്ള ഭക്ഷണമോ കഴിക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്താണ് ഈ വിശപ്പിന്റെ കാരണം? ഈ ചോദ്യത്തിന് ശാസ്ത്രീയവും സാംസ്കാരികവുമായ ഉത്തരങ്ങൾ തേടുകയാണ് ഈ യാത്ര. കേരളത്തിൽ മഴക്കാലം ഒരു പ്രത്യേക അനുഭവമാണ്. മഴയുടെ ഈർപ്പവും തണുപ്പും ശരീരത്തെ വ്യത്യസ്തമായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നു. 2025 ശാസ്ത്ര പഠനങ്ങൾ തണുപ്പുള്ള കാലാവസ്ഥയിൽ ശരീരത്തിന്റെ ഊർജ്ജ ഉപയോഗത്തെക്കുറിച്ച് പുതിയ വെളിപാടുകൾ നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മഴയിൽ വിശപ്പ് കൂടുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയർന്നുവരുന്നു. ഈ യാത്ര ശാസ്ത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും വെളിച്ചത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ പരിശോധിക്കും. മഴക്കാലത്തോ തണുപ്പുള്ള സമയത്തോ ശരീരം അതിന്റെ ആന്തരിക ഊഷ്മാവ് നിലനിർത്താൻ കൂടുതൽ ഊർജ്ജം ചിലവഴിക്കുന്നു. ഈ പ്രക്രിയ ഒരു അടുപ്പ് കൂടുതൽ ഇന്ധനം കത്തിക്കുന്നത് പോലെ നടക്കുന്നു. 2025 ഗവേഷണങ്ങൾ ഈ പ്രക്രിയയെ താപോൽപാദനം എന്ന് വിളിക്കുന്നു. 10 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള മിതമായ തണുപ്പിൽ ശരീരം ഒരു മണിക്കൂറിൽ 100 മുതൽ 200 കലോറി വരെ ചിലവഴിക്കുന്നു. വളരെ കുറഞ്ഞ ഊഷ്മാവ്, ഉദാഹരണത്തിന് -10 ഡിഗ്രി സെൽഷ്യസ് എന്ന അവസ്ഥയിൽ ശരീരം 600 മുതൽ 1000 കലോറി വരെ ഒരു മണിക്കൂറിൽ ഉപയോഗിക്കുന്നു. 2025 പഠനങ്ങൾ ഈ ഊർജ്ജ ഉപയോഗം ശരീരത്തിലെ തവിട്ട് കൊഴുപ്പ് കോശങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണിക്കുന്നു. ഈ കോശങ്ങൾ ശരീരത്തെ ചൂടാക്കാൻ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു. ഈ താപോൽപാദനം ശരീരത്തിന്റെ ഊഷ്മാവ് ഒരു സന്തുലിത നിലയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. ഒരു വീടിന്റെ ഉൾഭാഗം ചൂടാക്കാൻ അടുപ്പ് കത്തിക്കുന്നത് പോലെ ശരീരം ഈ ഊർജ്ജം ചിലവഴിക്കുന്നു. 2025 ഗവേഷണങ്ങൾ ഈ പ്രക്രിയയിൽ ശരീരത്തിന്റെ മെറ്റബോളിസം എന്ന പ്രക്രിയ വേഗത്തിലാകുന്നതായി വെളിപ്പെടുത്തുന്നു. മഴക്കാലത്ത് കേരളത്തിന്റെ തണുപ്പും ഈർപ്പവും ശരീരത്തെ കൂടുതൽ ഊർജ്ജം ചിലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. 2025 പഠനങ്ങൾ മിതമായ തണുപ്പിൽ പോലും ശരീരം സാധാരണയിലും 10 മുതൽ 15% വരെ കൂടുതൽ കലോറി ഉപയോഗിക്കുന്നതായി കാണിക്കുന്നു. ഈ ഊർജ്ജ ചിലവ് വിശപ്പിന്റെ അനുഭവത്തിലേക്ക് ശരീരത്തെ നയിക്കുന്നു. ഈ വിഷയം ചിന്തിക്കുമ്പോൾ മഴക്കാലത്ത് വിശപ്പ് കൂടുന്നത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാകുന്നു. ശരീരം ഒരു യന്ത്രം കൂടുതൽ ഇന്ധനം ആവശ്യപ്പെടുന്നത് പോലെ കൂടുതൽ ഭക്ഷണം തേടുന്നു. മഴക്കാലത്തിന്റെ തണുപ്പിൽ ശരീരം കൂടുതൽ ഊർജ്ജം ചിലവഴിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ വിശപ്പിന്റെ കാരണം വ്യക്തമാകുന്നു. താപോൽപാദനം ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ്. 2025 ഗവേഷണങ്ങൾ ഈ പ്രക്രിയയിൽ തവിട്ട് കൊഴുപ്പ് കോശങ്ങളുടെ പ്രധാന പങ്ക് വെളിപ്പെടുത്തുന്നു. ഈ കോശങ്ങൾ ഒരു ചെറിയ തീ കത്തിച്ച് ശരീരത്തെ ചൂടാക്കുന്നത് പോലെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. തണുപ്പുള്ള കാലാവസ്ഥയിൽ ശരീരം 2 രീതികളിൽ താപോൽപാദനം നടത്തുന്നു. ആദ്യത്തേത് വിറയൽ താപോൽപാദനം. ശരീരം വിറക്കുമ്പോൾ പേശികൾ വേഗത്തിൽ ചലിക്കുന്നത് പോലെ ഊർജ്ജം ചിലവഴിക്കപ്പെടുന്നു. 2025 പഠനങ്ങൾ 10 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള മിതമായ തണുപ്പിൽ ഈ വിറയൽ 100 മുതൽ 200 കലോറി വരെ മണിക്കൂറിൽ ഉപയോഗിക്കുന്നതായി കാണിക്കുന്നു. രണ്ടാമത്തേത് വിറയലില്ലാത്ത താപോൽപാദനം. ഇതിൽ തവിട്ട് കൊഴുപ്പ് കോശങ്ങൾ ഒരു എഞ്ചിൻ ശാന്തമായി പ്രവർത്തിക്കുന്നത് പോലെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. 2025 ഗവേഷണങ്ങൾ പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ കോശങ്ങളുടെ പ്രവർത്തനത്തെ തത്സമയം നിരീക്ഷിച്ചു. മഴക്കാലത്ത് കേരളത്തിന്റെ ഈർപ്പവും തണുപ്പും ഈ കോശങ്ങളെ കൂടുതൽ സജീവമാക്കുന്നു. ഈ പ്രക്രിയ ശരീരത്തെ ഒരു സന്തുലിത ഊഷ്മാവിൽ നിലനിർത്തുന്നത് പോലെ വിശപ്പിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. 2025 പഠനങ്ങൾ മിതമായ തണുപ്പിൽ ശരീരം സാധാരണയിലും 15% വരെ കൂടുതൽ ഊർജ്ജം ചിലവഴിക്കുന്നതായി കാണിക്കുന്നു. വളരെ തണുപ്പുള്ള അവസ്ഥയിൽ, ഉദാഹരണത്തിന് -10 ഡിഗ്രി സെൽഷ്യസ്, ശരീരം 600 മുതൽ 1000 കലോറി വരെ മണിക്കൂറിൽ ചിലവഴിക്കുന്നു. 2025 ഗവേഷണങ്ങൾ ഈ അവസ്ഥയിൽ തവിട്ട് കൊഴുപ്പ് കോശങ്ങൾ അതിവേഗം പ്രവർത്തിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. ഈ ഊർജ്ജ ചിലവ് ശരീരത്തെ ചൂടാക്കാൻ മാത്രമല്ല വിശപ്പിന്റെ അനുഭവത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വിഷയം ചിന്തിക്കുമ്പോൾ ശരീരം എങ്ങനെ ഈ ഊർജ്ജം സന്തുലനം ചെയ്യുന്നു എന്ന ചോദ്യം ഉയർന്നുവരുന്നു. ഈ ഊർജ്ജ ചിലവിന്റെ ഫലമായി ശരീരം കൂടുതൽ ഭക്ഷണം ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ വിശപ്പിന്റെ പിന്നിലെ മറ്റൊരു പ്രധാന ഘടകം ശരീരത്തിന്റെ ഹോർമോൺ പ്രവർത്തനങ്ങളാണ്. 2025 ശാസ്ത്ര പഠനങ്ങൾ തണുപ്പുള്ള കാലാവസ്ഥയിൽ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളുടെ പ്രവർത്തനം മാറുന്നതായി കാണിക്കുന്നു. ഈ ഹോർമോണുകളിൽ പ്രധാനം വിശപ്പിനെ ഉത്തേജിപ്പിക്കുന്ന ഗ്രലിൻ, തൃപ്തി അനുഭവപ്പെടുത്തുന്ന ലെപ്പിൻ എന്നിവയാണ്. മഴക്കാലത്തിന്റെ തണുപ്പിൽ ഗ്രലിൻ ഹോർമോണിന്റെ അളവ് വർദ്ധിക്കുന്നു. ഈ ഹോർമോൺ ശരീരം ഒരു സന്ദേശവാഹകനെ അയക്കുന്നത് പോലെ മസ്തിഷ്കത്തിലേക്ക് വിശപ്പിന്റെ സന്ദേശം അയക്കുന്നു. 2025 ഗവേഷണങ്ങൾ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഗ്രലിൻ ഉൽപ്പാദനം 10 മുതൽ 20% വരെ വർദ്ധിക്കുന്നതായി വെളിപ്പെടുത്തുന്നു.
ഇതിനോടൊപ്പം ലെപ്റ്റിൻ ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഈ ഹോർമോൺ ശരീരം തൃപ്തി അനുഭവിക്കുന്നത് പോലെ മസ്തിഷ്കത്തെ അറിയിക്കുന്നു. തണുപ്പിൽ ലെപ്റ്റിന്റെ പ്രവർത്തനം കുറയുന്നതിനാൽ വിശപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു. 2025 മസ്തിഷ്ക ചിത്രീകരണ പഠനങ്ങൾ ഈ ഹോർമോൺ മാറ്റങ്ങൾ മസ്തിഷ്കത്തിന്റെ വിശപ്പ് നിയന്ത്രിക്കുന്ന ഭാഗമായ ഹൈപ്പോതലാമസിനെ സ്വാധീനിക്കുന്നതായി കാണിക്കുന്നു. ഈ വിഷയം ചിന്തിക്കുമ്പോൾ ശരീരം എങ്ങനെ വിശപ്പിന്റെ സന്ദേശങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന ചോദ്യം ഉയർന്നുവരുന്നു.